ഗുഡ് മോർണിംഗ് ഓൾ. രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ മോശമാണ്, സെൻറ്റിമെൻറ്റ് വീക്കാണ്. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള എക്കണോമിക് ന്യൂസ് ഫ്ലോസ് ആണ് ചൈനീസ് മാർക്കറ്റിൽ പൊതുവെ ഒരു സെൽ ഓഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് റെക്കോർഡ് ഹൈലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നാസ്ഡാക്ക്, S&P 500 ഒക്കെ നിയർ റെക്കോർഡ് ഹൈസിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റുകൾ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റികൾ സ്ലൈറ്റ്ലി വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് കമോഡിറ്റികളും ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് ബയാസാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെക്ടർ സ്പെസിഫിക്, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. സെക്ടർ സ്പെസിഫിക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്ന ഷുഗർ റിലേറ്റഡ് സ്റ്റോക്കുകൾക്കാണ്. കാരണം ബ്രസീലിൽ ഷുഗർ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എഥനോൾ പ്രൊഡക്ഷനിൽ ഷുഗർ കെയിൻ യൂസ് ചെയ്യുന്ന ലിമിറ്റും ഗവൺമെൻറ് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസുകൾ ഷുഗർ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. EID പാരി, അതുപോലെ തന്നെ ബൽറാംപൂർ ചിനി, രേണുക ഷുഗർ. ഒപ്പം എഥനോൾ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഏറ്റവും എക്യുപ്മെൻറ്റുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന പ്രാജ് ഇൻഡസ്ട്രീസ് ആണ്. പ്രാജ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനികൾക്കും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് മാർക്കറ്റിൽ നമ്മൾ അടുത്ത ദിവസങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഈ 2E നെറ്റ്വർക്ക്, ബ്ലാക്ക് ബോക്സ്, അനന്തരാജ് ഇൻഡസ്ട്രീസ്, അതോടൊപ്പം തന്നെ KEC ഇൻ്റർനാഷണൽ, KEI ഇൻ്റർനാഷണൽ, പോളിക്യാബ്, ഇത്തരത്തിലുള്ള കമ്പനികളിൽ നല്ല രീതിയിലുള്ള ബയ്യൊക്കെ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്ത ക്ലീറ്റെക്സ് ഈ മാസം അവരുടെ സ്പിന്നിങ് യൂണിറ്റ് തെലങ്കാനയിൽ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. ഒപ്പം മാർച്ച് 2025 ഫസ്റ്റ് ഫേസ് കമ്മീഷൻ ചെയ്യും. ക്ലീറ്റെക്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. മുമ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കും കൂടിയാണ്. അതോടൊപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസ്, അതും നമ്മുടെ ഒരു സ്ട്രോങ് പിക്കുകളൊന്നാണ്. ലോങ് ടൈമിലേക്ക് പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. റഫില ഇൻ്റർനാഷണൽ, ഗവൺമെൻറ് സ്മാർട്ട് സിറ്റി വന്നിട്ടുള്ളത് ഒന്ന് പാലക്കാടാണ്. റബ്ബർ റിലേറ്റഡ് ഇൻഡസ്ട്രികൾക്കാണ് അവിടെ പ്രാമുഖ്യം നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റബ്ബർ റിലേറ്റഡ് രംഗത്തുള്ള റഫില ഇൻ്റർനാഷണലെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഇനി നമ്മൾ SME സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഇന്ത്യ ഫോസ്ഫേറ്റ്സ്, JB ലാമിനേഷൻസ് SME ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നല്ല പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാണ്. ഹയർ ലെവലിൽ ആരും എൻ്റർ ചെയ്യേണ്ട. കാരണം ഓൾറെഡി 100% റിട്ടേണിൽ ലിസ്റ്റിംഗ് വരാൻ പോവുകയാണ്. അപ്പോൾ ഹയർ ലെവൽ വാങ്ങുമ്പോഴൊക്കെ റിസ്ക് ഉണ്ട്. ഒപ്പം മെയിൻ ബോർഡിലുള്ള പ്രീമിയർ എനർജീസ് തീർച്ചയായിട്ടും ഇതും 100% ലിസ്റ്റിംഗ് ഗെയിനോട് കൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാൻ പോകുന്നത് ഇനി സൈബർ സെക്യൂരിറ്റി രംഗത്താണ്. അപ്പം നമ്മുടെ തന്നെ റെക്കമെൻഡഡ് സ്റ്റോക്കുകളാണ് ക്യുഹ്യൂൽ ടെക്നോളജീസ്, ടാക് ഇൻഫോസെക് ഒക്കെ. ഒപ്പം 63 മൂൺ ടെക്നോളജീസും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ നല്ല രീതിയിൽ ബൈയിങ് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള NSE SME സെഗ്മെൻറ്റിലെ ഫാർമ സ്റ്റോക്കാണ് ബീറ്റ ഡ്രഗ്സ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. ഓൺകോളജി രംഗത്തുള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബീറ്റ ഡ്രഗ്സിനും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫർദർ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ഡീറ്റെയിൽസൊക്കെ റെയിൽവേ മന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കുന്നത് BEML ആണ്. തീർച്ചയായിട്ടും BEMLനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വന്നിട്ടുള്ളതിൽ TVS മോട്ടോഴ്സും അതുപോലെ തന്നെ ഹീറോ മോട്ടോ കോർപ്പൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് സെയിൽസ് ഫിഗർ കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ സ്റ്റോക്കുള്ളൊരു പക്ഷേ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കാണാനാണ് സാധ്യതകൾ കൂടുതൽ. റയമണ്ട് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ഈ കമ്പനീനെ കുറിച്ചും വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം എക്സിസ്റ്റിംഗ് റൈമണ്ട് ഓൾറെഡി ഡിമർജർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1:1 റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ ലോങ് ടൈമിൽ നല്ല ഗെയിൻ ഇൻവെസ്റ്റേഴ്സിന് നൽകാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ബിസിനസ്സിലുള്ള സ്നൈഡർ ഇലക്ട്രിക് വലിയ പ്ലാനുകളാണ്. ഇന്ത്യ ഡെഡിക്കേറ്റഡ് പ്ലാനുകളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്നൈഡറും മുന്നേറാനുള്ള ചാൻസസ് ആണ്. ഗുജറാത്ത് ഗ്യാസ്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ലിമിറ്റഡും മെർജിയാണ് റിസ്ട്രക്ചറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിൽവർ ലൈൻ ടെക്നോളജീസ് പണ്ട് മുതലേ മാർക്കറ്റിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അറിയാം. വലിയ രീതിയിൽ
എന്തെങ്കിലും ലോസൊക്കെ വന്നിട്ടൊരു പക്ഷേ ജങ്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിലിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സിൽവർ ലൈൻ ടെക്നോളജീസ് അത് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്, പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നിരിക്കുകയാണ്, 98 കോടി രൂപ പമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസ്ക് എടുത്ത് വാങ്ങുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് വാങ്ങാം. 5.5-6 രൂപ റേഞ്ചേ ഉള്ളൂ ഷെയർ പ്രൈസ്. അപ്പോൾ ലോങ് ടൈമിലേക്ക് നല്ല ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ബയോകണ്ട് സബ്സിഡിയറിക്ക് ക്രോണിക് ഹാർട്ട് ഫെയിലിയറിനുള്ള ഡ്രഗിനുള്ള ജനറിക് വേർഷനുള്ള അപ്രൂവൽ കിട്ടുന്ന US FDA അപ്രൂവൽ പോസിറ്റീവ് ആണ്. രാമകൃഷ്ണ ഫോർജിങ്സ്, RK ഫോർജിങ്സ് മെക്സിക്കോ ഫെസിലിറ്റിയിൽ അവർ ട്രെയിൻ മാനുഫാക്ചറിങ്ങിനുള്ള വാഗൺ മാനുഫാക്ചറിങ്ങിനുള്ള പ്ലാന്റും കൂടി തുടങ്ങുകയാണ് അടുത്ത 6-7 മാസത്തിനുള്ളിൽ. RK ഫോർജിങ്ങിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കാണ്. വീണ്ടും പുതിയ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. ഇമാമി മെയിൽ ഗ്രൂമിംഗ് കമ്പനിയായ ദ മാൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനീനെയും കൂടി 100% സബ്സിഡി ആക്കിയിരിക്കുകയാണ്. ഇമാമിനെ സംബന്ധിച്ചും ഇത് പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ ഓവറോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകളാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഒക്കെ വരിക, അതിന് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ്. ഒപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് മൂലം ഗ്ലോബൽ മാർക്കറ്റുകൾ സെൽ ഓഫ് ഒക്കെ വരാതിരിക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും മാർച്ച് 2025 കൂടിയിട്ട് നമ്മൾ നിഫ്റ്റിയും സെൻസെക്സും എക്സ്പെക്ട് ചെയ്യുന്ന 26,500, 27, അതുപോലെ തന്നെ സെൻസെക്സ് 86,700, 88,400 ലെവലൊക്കെയാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇന്ത്യൻ മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്യും എന്ന് തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം 4 സ്റ്റോക്കുകൾ സ്ട്രോങ് പിക്കുകളായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അവരുടെ ട്രേഡിംഗ് ടെർമിനലിൽ കൂടെ അവരുടെ മൊബൈൽ ആപ്പിൽ കൂടെ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.